അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പാർട്ട് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ ഇട്ടിരുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അല്ലാതെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഒരു 4-5 വയസ്സുള്ള കുട്ടിക്ക് തയ്ച്ച ഒരു ഫ്രോക്കാണ് ഇത്. ആദ്യം ഒരു സ്കർട്ട് ആൻഡ് ടോപ്പ് തയ്ച്ചതിൻ്റെ ബാലൻസ്, ഒരു സാരിയാണ്, അതിൻ്റെ ബാലൻസ് വെച്ചിട്ട് ഇതും കൂടെ അങ്ങ് തയ്ച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ച് തയ്ച്ചതാണ് കേട്ടോ. വള്ളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്ലീവ് കുറച്ച് വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പ്ലീറ്റഡ് സ്ലീവ്, അതിൻ്റെ അകത്ത് തന്നെ ഗോൾഡൻ ത്രെഡ് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കാരണം അല്ലാതെ വെച്ചപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ വെച്ചതാണ്. പിന്നെ സ്റ്റിച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ലൈനിങ് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ നമ്മുടെ വീഡിയോയിൽ, നേരത്തെ ഇട്ടതല്ല അതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ലൈനിങ് നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷൻസ് ഇല്ലാതെ എങ്ങനെ ഇടാം, എങ്ങനെ തയ്ക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെയാണ് ഷോൾഡറും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഫ്രോക്ക് കുറച്ചൊരു കംഫർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ത്രെഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, കാരണം അത് ഇടയ്ക്ക് എൻ്റെ മെഷീൻ ഒന്ന് പണി പറ്റിച്ചാണ്. കാരണം പ്ലീറ്റ്സ് കയറിയപ്പോൾ കുറച്ച് കട്ടി വന്നു, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. പ്ലീറ്റ്സൊക്കെ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.